हेलो, मेरी हैंड जिया? या Oh, please, we are waiting here. Is it Stanley? അയാൾ വരില്ലേ? വരും. Enough, leave me. മതി, സ്റ്റോപ്പ്. മമ്മി, എനിക്ക് വിശക്കുന്നു മമ്മി. Don't be silly. ഡാഡി വന്നിട്ട് കഴിക്കാം. എത്ര നേരമായി കാത്തിരിക്കുന്നു. എന്താ ഡാഡി വരാ? ചിലപ്പോ ഫ്ലൈറ്റ് ലേറ്റ് ആയി കാണും. നമുക്ക് ഏരോട്ടവിലേക്ക് പോകാം മമ്മി. ഈ രാത്രിയിൽ ഇപ്പൊ എങ്ങോട്ടും പോകണ്ട. ഡാഡി ഇപ്പൊ വരും. ഡാഡി മമ്മി. മിസസ് റീത്ത ഹൻസ്, ഐ ആം സ്റ്റാൻലി. ഞാൻ ബോംബെയിലായിരുന്നു. ഇവിടേക്ക് ട്രാൻസ്ഫർ ആയി വരുമ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് മിസ്റ്റർ ഹാൻസ് തന്നയച്ചതാണ്. താങ്ക് യു. അദ്ദേഹം ഓഫീസ് കാര്യമായി പെട്ടെന്ന് കൽക്കട്ടയ്ക്ക് പോകേണ്ടി വന്നു. ഓ, പ്ലീസ് കം ഇൻ. താങ്ക് യു. പ്ലീസ് ഹാവ് ഇറ്റ്. താങ്ക് യു. ഇവരെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഓ, ഐ എം സോറി. ഹി ഈസ് മൈ ഓൺലി സൺ, ലയണൽ. ഹലോ ലയണൽ. ഹലോ. ഷീ ഈസ് മൈ യംഗസ്റ്റ് ഡോട്ടർ പാംല. ഹലോ പാംല. ഹായ്. ഷീ ഈസ് ട്രീന, മൈ സെക്കൻഡ് ഡോട്ടർ. ഹലോ ട്രീന. എന്താ നിങ്ങളുടെ മുഴുവൻ പേര്? ഗ്രീൻ, സ്റ്റാൻലി ഗ്രീൻ. ഓഹോ, ഞാനിവിടെ വന്നപ്പോൾ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നല്ലോ. ഓ, ദാറ്റ്സ് മൈ എൽഡസ്റ്റ് ഡോട്ടർ മേരി. ഐ സി. മേരി, മേരി. ഇവൾ സെക്കൻഡ് BSc പഠിക്കുന്നു. ഹലോ മേരി. ഹായ്. നോക്കൂ മിസ്റ്റർ സ്റ്റാൻലി, ഇവർ ഡാഡിയെ വർഷത്തിൽ 1-2 തവണയെ കാണാറുള്ളൂ. ഈ ക്രിസ്മസിന് വരുമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഇറ്റ്സ് ഓൾ റൈറ്റ്. മമ്മി, ഒരു ഡിന്നർ കഴിക്കാം. ഇപ്പൊ തന്നെ എല്ലാം ആറി തണുത്തു. പ്ലീസ് കം മിസ്റ്റർ സ്റ്റാൻലി. പെട്ടെന്നാണ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയത്. ഇന്നലെ ജോയിൻ ചെയ്തു. ഡാഡിയുടെ അടുത്ത സുഹൃത്താണോ നിങ്ങൾ? എനിക്ക് നേവിയിൽ ജോലി കിട്ടിയത് തന്നെ അദ്ദേഹത്തിന്റെ പരിശ്രമം കൊണ്ടാണ്. എന്നാൽ ഞങ്ങൾ തമ്മിൽ നേരിട്ട് പരിചയമില്ല. പിന്നെ എന്റെ സഹോദരി നിങ്ങളുടെ ഡാഡിയുടെ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. എന്താണ് അവരുടെ പേര്? ഈവ്ലിൻ, ഈവ്ലിൻ ഗ്രീൻ. എക്സ്ക്യൂസ് മീ. ഹാപ്പി ക്രിസ്മസ്. കാറ് കണ്ടപ്പോ നിങ്ങളുടെ ഡാഡി വന്നെന്നാ കരുതിയത്. ഇത് മിസ്റ്റർ സ്റ്റാൻലി. ഇത് ഞങ്ങളുടെ നെയ്ബറാണ്, മരിയമ്മ ചേടത്തി. അതിവരുടെ മോൻ ജോണി. ഹലോ ജോണി. ചേടത്തി ഇരിക്കൂ. ഞങ്ങൾ ഇപ്പൊ കഴിച്ചിറങ്ങിയതേ ഉള്ളൂ മോളെ. മമ്മി എവിടെ? മമ്മിക്ക് പെട്ടെന്ന് എന്താ അസുഖം. ജോണി എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ഒരു മെക്കാനിക്കാണ്. എനിക്കറിയാം അദ്ദേഹത്തിന് എന്ത് തിരക്കാണെന്ന്. നീ വല്ലതുമൊക്കെ വിളിച്ചു പറയാതെ പിള്ളേര് കേൾക്കും. വാട്ട് ഹാപ്പൻ മമ്മി? എങ്കിൽ വരൂ. മിസ്റ്റർ സ്റ്റാൻലി യാത്ര ചോദിക്കാൻ കാത്തിരിക്കുന്നു. അയാൾ പോട്ടെ. ഇതെന്ത് മനസ്സാ മമ്മി? യു ഷട്ട് അപ്പ്. എന്നെ ആരും മനസ്സ് പഠിപ്പിക്കണ്ട. മേരി,
മമ്മിക്ക് ഡാഡി വരാത്ത ദുഃഖം. മോള് വാ. സോറി, എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല. മിസ്റ്റർ സ്റ്റാൻലി, മമ്മിക്ക് നല്ല സുഖമില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. അവർ വിശ്രമിക്കട്ടെ. അപ്പോൾ ഞാൻ ഇറങ്ങുന്നു. ഓക്കെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സ്റ്റാൻലി, മൈ ഗോഡ്. ഞാൻ മമ്മിയോട് ലൈബ്രറി പോണെന്ന് പറഞ്ഞാ വന്നത്. എനിക്ക് ഉടനെ പോണം. പിന്നെ എന്തിനു വന്നു? കാണാൻ. മേരി, ഈ നിമിഷം പകരുന്നിതാ ഇണക്കിളിയെ നമുക്കൊരു മാഞ്ചം. ഈ നിമിഷം പകരുന്നിതാ ഇണക്കിളിയെ നമുക്കൊരു മാഞ്ചം. പുലരൊളിയിൽ മലര് പോലെ മലരിതളിൽ പറവ പോലെ എന്മാറിൽ നീയോമലേ. ഈ നിമിഷം പകരുന്നിതാ ഇണക്കിളിയെ നമുക്കൊരു മാഞ്ചം. മായാതെന്നുമെൻ മൗന വീണയിൽ രാഗാനുഭൂതിയായി നീ ഉണരുമോ. മായാതെന്നുമെൻ മൗന വീണയിൽ രാഗാനുഭൂതിയായി നീ ഉണരുമോ. മമ സഖി മധുവിധ മണിയറയൊരുങ്ങി മനസ്സിലെ മകരന്ത നിറകൂടം തുളുമ്പി. നീയും ഞാനും മാത്രം നീങ്ങും യാനപാത്രം തഴുകുന്നു തളിരിടും ഏതോ തീരം. ഈ നിമിഷം പകരുന്നിതാ ഇണക്കിളിയെ നമുക്കൊരു മാഞ്ചം.
വാനമ്പാടി പോലൻ പുഷ്പവാടിയിൽ ഈ നീലരാവുണർത്തും ലഹരിയിൽ വാനമ്പാടി പോലൻ പുഷ്പവാടിയിൽ ഈ നീലരാവുണർത്തും ലഹരിയിൽ മനസ്വിനി മതിമറന്നുറങ്ങുകൻ മടിയിൽ ലയങ്ങളായി സ്വരങ്ങളായി ഉണരുകൻ ചൊടിയിൽ കണ്ണിൽ നിന്റെ രൂപം കാതിൽ നിന്റെ നാദം തുടിക്കുന്നു സിരകളിൽ ഏതോ ദാഹം ഈ നിമിഷം പകരുന്നിതാ ഇണക്കിളിയേ നമുക്കൊരു മാഞ്ചം പുലരൊളിയിൽ മലര് പോലെ മലരിതളിൽ പറവ പോലെ എൻ മാറിൽ നീയോമലേ ഈ നിമിഷം പകരുന്നിതാ ഇണക്കിളിയേ നമുക്കൊരു മാഞ്ചം മേരി, What happened, father? നിന്റെ ഡാഡി Daddy? അദ്ദേഹം മരിച്ചു. Daddy! മമ്മി, ട്രെയിന, ഇതാ മിസ്സസ് ഗോംസിന്റെ വീട്ടിൽ കൊടുത്തേക്കൂ. നീ സ്കൂളിൽ പോകുന്ന വഴിയല്ലേ? തയ്യൽക്കൂലി തരികയാണെങ്കിൽ വാങ്ങിച്ചോളൂ. 7 rupees, പ്ലീസ്. പഠിപ്പ് നിർത്തി ഒരുവൾ ഇവിടെ ഇല്ലേ? Let her go. Give it, mummy. May I come in? Yes, come in. Thank you. സോഫയും കസേരകളും ഒക്കെ വിറ്റു. ഇരിക്കാൻ Oh, doesn't matter. ഞാൻ നിന്നോളാം. മിസ്റ്റർ സ്റ്റാൻലി ഗ്രീൻ, നിങ്ങളും നിങ്ങളുടെ സഹോദരി ഈവ്ലിനും ഞങ്ങളെ വളരെയധികം സഹായിച്ചു. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിഞ്ഞൂടാ. നിങ്ങളുടെ സഹായം നിർത്തണം, പ്ലീസ്. മേലിൽ നിങ്ങൾ ഇവിടെ വരരുത്. മേരി, 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 മേരി. മേരി, മേരി.
മരിച്ചുപോയവരെ ഓർത്തല്ല, ജീവിച്ചിരിക്കുന്നവരെ ഓർത്താണ് ഞാനിപ്പോ ദുഃഖിക്കുന്നത്. എന്റെ താഴെയുള്ളവരെ ഞാൻ എങ്ങനെ സംരക്ഷിക്കും? ഡാഡിയുടെ കമ്പനിൽ നിന്നും ഒരു വിവരവുമില്ല. സ്റ്റാൻലി അക്കാര്യത്തിൽ ഒന്ന് അന്വേഷിക്കുമോ? എന്താലോചിക്കുന്നത്? സ്റ്റാൻലിയുടെ സഹോദരി അവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അവർക്കെങ്കിലും... മേരി, നീ വിഷമിക്കരുത്. ഇതിൽ കൂടുതൽ ഇനി എന്ത് വിഷമം? ഡാഡിയും മമ്മിയും പോയില്ലേ? ഞാൻ പറയാൻ പോകുന്നത് അതുപോലെ മറ്റൊരു നഷ്ടത്തിന്റെ കഥയാണ്. നിന്റെ ഡാഡി എങ്ങനെയാ മരിച്ചതെന്ന് അറിയാമോ? നിങ്ങൾ ധരിപ്പിച്ചിരുന്ന പോലെ അപകടത്തിൽപ്പെട്ടല്ല, ആത്മഹത്യയായിരുന്നു. ആത്മഹത്യ? സ്റ്റാൻലി, ഞങ്ങളെ അനാഥരാക്കിയിട്ട് എന്റെ ഡാഡി എന്തിനാ ആത്മഹത്യ ചെയ്തു? കമ്പനി പണം ദുരുപയോഗപ്പെടുത്തിയതിനും വിശ്വാസവഞ്ചനയ്ക്കും പോലീസ് പിടിക്കുമെന്ന് ഉറപ്പു വന്നപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്തു. എന്റെ ചേച്ചിക്ക് മാത്രമേ ഈ സത്യം അറിയാവൂ. ഏതായാലും ഒരു കാര്യം തീർച്ച, നീ പ്രതീക്ഷിക്കുന്ന തരത്തിൽ കമ്പനിയിൽ നിന്നും നിന്റെ ഡാഡിക്കൊന്നും കിട്ടാനില്ല. എനിക്ക് മദ്രാസിലേക്ക് ട്രാൻസ്ഫറായി. അടുത്ത ആഴ്ച ജോയിൻ ചെയ്യണം. ഞാൻ പോകുമ്പോൾ നീയും എന്റെ കൂടെ വരണം. നിനക്കവിടെ എത്രയും വേഗം ഒരു ജോലി ശരിയാക്കാം. നിനക്കെന്നെ വിശ്വാസമില്ലേ? സ്റ്റാൻലിയുടെ കൂടെ ഞാൻ എവിടെ വേണമെങ്കിൽ വരാം. പക്ഷേ വീട്ടിലേക്കാരെ ഓർത്തിട്ടാണോ? നിനക്ക് ജോലി കിട്ടുന്നവരെ അവർക്ക് ഞാൻ ചെലവിന് കൊടുക്കും. ഇക്കാര്യം ഞാൻ എങ്ങനെ അവരെ പറഞ്ഞു മനസ്സിലാക്കും സ്റ്റാൻലി? വിദ്യാഭ്യാസവും വിവരമുള്ളവരല്ലേ, ഞാൻ തന്നെ അവരോട് സംസാരിക്കാം. നമ്മൾ താമസിക്കാൻ പോകുന്ന വീടിനെ കുറിച്ച് നീ ഒന്നും ചോദിച്ചില്ല. എനിക്ക് പകരം കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ ആയി പോയ ഓഫീസറുടെ വീടാണ്. വീടും വീട്ടു സാധനങ്ങളും സൂക്ഷിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ ആ കാര്യം മേരിയെ ഏൽപ്പിക്കുന്നു. എനിക്ക് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ നിന്നെ കാണാൻ വരാൻ പറ്റുകയുള്ളൂ. നിനക്ക് കൂട്ടിനായി അവിടെ അവരുടെ ആയോ പ്രിയ, പേര് മാഗി. നീ എന്താ ഒന്നും മിണ്ടാത്തത്? മകി, ഇന്നലെ നീ ഒന്നും കഴിച്ചില്ലേ? എന്നെ എടുത്തോണ്ട് പൊയ്ക്കോളൂ. ഐ ആം സോറി. ഇന്നലെ മെസ്സിൽ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഞാൻ കുറെ കൂടുതൽ കുടിച്ചുപോയി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇത് വീട്ടിലേക്ക് അയച്ചേക്കൂ. മിസ്റ്റർ സ്റ്റാൻലി, എനിക്ക് ക്രിസ്മസിന് സമ്മാനമൊന്നും തന്നില്ലല്ലോ. തരാമല്ലോ, പക്ഷെ അതിനു മുമ്പ് മേരിക്ക് ഒരു സ്പെഷ്യൽ. എന്താണെന്ന് അറിയണ്ടേ? ഹോട്ടൽ ബ്ലൂ ഡയമണ്ടിലെ ജോലി മിക്കവാറും ശരിയാവും. നേരോ? മൈ ഗോഡ്,
എന്ത് ജോലിയാ? റിസപ്ഷനിസ്റ്റിന്റെ. ഇന്ന് തന്നെ മാനേജറെ കാണും. See, this is okay. If you are hardworking, sincere, better you can join us by the 1st of January. താങ്ക് യു സർ. Welcome. നീ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. ക്ഷീണിച്ച് തിന്നാനിട്ടല്ല മിസ്സി, മനസ്സിന്റെ ബേജാറ് കൊണ്ടാണ്. വാട്ട് ബേജാർ? പഴയ കടലാസില്ലേ, ഓൾഡ് പേപ്പർ, ആ വിസൻസിന് ഇപ്പൊ പഴയ ഗുണമൊന്നുമില്ല. തന്നെയല്ല മോന് സുഖമില്ല. എന്ത് സൂക്കരണാവോ, കിടപ്പായിട്ട് ഒരു മാസമായി. ഇപ്പൊ ഡോക്ടറെ കാണിച്ചു, അത് കുഴപ്പമായി. വാട്ട് കുഴപ്പം? അയാൾ മരുന്ന് എഴുതി തന്നു. അത് കുഴപ്പമാണോ? മരുന്ന് വാങ്ങിക്കാൻ കാശ് വേണ്ടേ മിസ്സി, അതല്ലേ ഒന്നും ചെല്ലാത്തത്. മിസ്സി അമ്മക്ക് പടച്ചതമ്പുരാനെ പോലെയാണ്. ഇവിടെ വന്ന ചോറിന് ചോറ്, ചായക്ക് ചായ, മീനിന് മീന്, ഇറച്ചിക്ക് ഇറച്ചി. പടച്ചോനെ, നമ്മുടെ മിസ്സി 1500 കൊല്ലം ജീവിച്ചിരിക്കും. 1500 കൊല്ലം? 1500 years. മിസ്സിയെ പോലെ നല്ല മനസ്സുള്ള ഒരു 10500 കൊല്ലം ജീവിച്ചിരിക്കണം. മിസ്സി ഒരിക്കൽ കൂടി എന്നെ സഹായിക്കണം. ഒരു 25 രൂപ കൂടി എനിക്ക് തരണം. മമ്മ, നീ ഇതുവരെ എന്റെ കയ്യിൽ നിന്ന് എത്ര റുപ്പീസ് വാങ്ങിയിട്ടുണ്ട്? ഞാൻ 60. കറക്റ്റ്. എന്താ ഇതുവരെ തരാതിരുന്നത്? എന്റെ പൊന്ന് മിസ്സിയല്ലേ, 25 റുപ്യയും കൂടി ഞമ്മക്ക് താ. 25ഉം 60ഉം 85 റുപ്യ ഞമ്മ ജീവനോട് കൂടി ഇരിക്കുകയാണ്. ഈ അടുത്ത മാസം 10-ാം തീയതി ഞമ്മ ഇവിടെ കൊണ്ടുവന്ന് വെക്കും. ആദ്യം 60 റുപ്പീസ് അതുകൊണ്ട് തരൂ. 25 അത് കഴിഞ്ഞ്. ഞമ്മക്ക് മതി മിസ്സി, ബയറ് നിറഞ്ഞു. Sit down. I say sit down. കഴിക്കൂ. കഴിക്കാൻ. മിസ്സി, കുടിക്കാൻ എന്തെങ്കിലും? You want liquor? എന്തൊരു ചോദ്യമാണിത്. ഞമ്മക്ക് നാണോണ് ഇതൊക്കെ പറയാം. ഞമ്മ നിക്കർ ഇടാറില്ല. മാങ്ങ പറിക്കാൻ മാവിന്റെ മുകളിൽ കയറുമ്പോഴോ വെള്ളം വലിക്കാൻ കയറുമ്പോഴോ നിക്കർ ഇടും. Poor man, നിക്കർ അല്ല, ലിക്കർ. ബ്രാൻഡി, വിസ്കി, വൈൻ, ബിയർ, റം. അതോ മിസ്സി, ഞമ്മളെ ചതിക്കല്ലേ, നമുക്ക് കുടിക്കാൻ പച്ചവെള്ളം വല്ലതും മതി. കണ്ടാൽ ഒരേപോലെ ഇരിക്കുമെങ്കിലും വില്യമിന്റെ ഒരു സ്വഭാവം നിനക്കില്ല. മിസ്സി എപ്പോഴും പറയണേ, ഈ വില്ലൻ ആരാണ്? വില്യം. മഗി, മേരി. ഇതാ 25 റുപ്പീസ്. നീ വേഗം വെച്ചു. ഓടിക്കോ. ഓ, മഗി, ഇന്ന് എത്ര കൊടുത്തു? ആർക്ക്? ആ പേപ്പർ കച്ചവടക്കാരന്. 25. ആകെ എത്ര കൊടുത്തിരിക്കുന്നു? 85. തിരിച്ചു കിട്ടുവോ? ഐ ഡോണ്ട് കെയർ. വൈ? എന്തിന് കണ്ടവർക്കൊക്കെ കാശ് കൊടുത്ത് നശിപ്പിക്കുന്നു? മാഗിയുടെ ആവശ്യത്തിൽ ചെലവാക്കാനല്ലേ ഞാൻ മാസം പണം തരുന്നത്. എനിക്ക് കിട്ടുന്ന ശമ്പളം ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെലവാക്കും. Who are you to ask? എന്റെ പണം ഞാൻ കൊടുക്കും, കൊടുക്കാതിരിക്കും. അത് നിനക്കെന്ത് വേണം? യു ഗോ ടു സെന്റ് തോമസ് മൗണ്ട്, എന്നിട്ട് അന്വേഷിക്കൂ മാഗിയെ പറ്റി. മാർഗരറ്റ് എങ്ങനെ ജീവിച്ചുവെന്ന് അവിടുത്തുകാർ പറഞ്ഞു തരും. ജസ്റ്റ് ലൈക്ക് എ ക്വീൻ. ഇവിടെ നിറയ്ക്കോട്ടെ കാണാം മഹാറാണിയുടെ. 51 വയസ്സ് വരെ നിന്നെ ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ടും ഞാൻ ജീവിച്ചു. ആയിരക്കണക്കിന് പണം സമ്പാദിച്ചു, ഒക്കെ ചെലവാക്കി. ഇനിയും സമ്പാദിക്കും, ചെലവാക്കും. മനസ്സിലായോ? നീ എന്നെ ഉപദേശിക്കാൻ വരരുത്. വില്യം പോലും എന്നെ ഉപദേശിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. ഐ ആം മാഗി, മാർഗരറ്റ് തോംസൺ. യു അണ്ടർസ്റ്റാൻഡ്? ഗുഡ് മോർണിംഗ് സാർ. Mr. Shyam is coming, sir. ഗുഡ് മോർണിംഗ് സർ. Hello, Mr. Shyam. She is a new recruit, sir. Miss Mary Hand.
മിസ്റ്റർ ശ്യാം കോടീശ്വരനാണ്. ഗോഡ് സീസണിലും കുതിരപ്പന്തയത്തിനും ഇവിടെ വരും. മിസ്റ്റർ ശ്യാം എന്നാൽ ഇവിടെ ഉത്സവമാണ്. ഹീസ് ആൻ ജനറസ് മാൻ. ഹലോ റിസപ്ഷൻ. ഓക്കെ സർ. യെസ് ഓക്കെ. മിസ്റ്റർ ശ്യാം വാണ്ട്സ് ടു ടോക്ക് ടു യു. ഹലോ, ഐ എം മേരി ഹാൻസ് ഹിയർ. No, sir. I'm sorry. Today I'm not free. മിസ്റ്റർ ശ്യാം എന്ത് പറഞ്ഞു? വാട്ട് ഹാപ്പൻ? അയാള് ഇന്ന് നൈറ്റിന് ഡിന്നറിന് വിളിച്ചു. ഗുഡ് ഗ്രാഷ്യസ്, യു ആർ ലക്കി മേരി. എന്നിട്ട് നീ എന്ന് പറഞ്ഞു? കേട്ടില്ലേ? പറ്റില്ല. യു ആർ എ ഫൂൾ മേരി. ഇത്തരം ഒരു ഇൻവിറ്റേഷന് വേണ്ടി എത്ര പെൺകുട്ടികൾ കൊടുക്കുന്നുണ്ടെന്ന് അറിയാമോ? ഷൈനി, ഐ ആം മേരി ഹാൻസ്. വെയിറ്റ് പാമല, കഴിഞ്ഞ തവണ വന്നപ്പോ നീ എനിക്ക് രൂപ തന്നില്ല. ഇത്തവണ ഞാൻ നേരത്തെ എടുക്കുന്നു. ഓൺലി 50 rupees. മേരി അയക്കുന്ന പണം വീട്ടു ചെലവിനെ പോലും തികയുന്നില്ല. എന്റെ ചെലവും വീട്ടു ചെലവല്ലേ? ഇത് കണ്ടോ, ലോണിൽ പണം തട്ടി പറിച്ചു. ഐ ഡോണ്ട് ലൈക്ക് ടു ഹിയർ. നീയല്ലേ വീട്ടുകാരി? നിന്റെ പേർക്കല്ലേ മേരി പണം അയക്കുന്നത്? നീ തന്നെ ഭരിച്ചോ. ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഹായ് സനി. ഹായ് ടീന. പാമല, ഇതാ നീ ചോദിച്ച പണം. വേണ്ട ജോണി, ചേച്ചി അയച്ച രൂപ കിട്ടി. അപ്പോ നിനക്കെന്റെ പണം വേണ്ട അല്ലേ? ഇപ്പൊ വേണ്ട ജോണി. ഇതുപോലെ ചേച്ചി അയച്ച സുന്ദരനും പണക്കാരനുമായ ഒരു ചെറുപ്പക്കാരനെ കിട്ടുമ്പോൾ പാമല പറയുമോ ജോണി വേണ്ട, എനിക്ക് ചേച്ചി അയച്ച ഒരാളെ കിട്ടിയെന്ന്? ജോണി, അങ്ങനെയാണ് എന്നെ കരുതിയിരിക്കുന്നത്. ഞാൻ തമാശ പറഞ്ഞതല്ലേ. പിന്നെ വരാം. നീ ഞങ്ങളുടെ മതത്തിൽ ചേർന്നാൽ യാതൊരു പ്രോബ്ലം ഇല്ല. പിന്നെ ഞാൻ നിനക്കൊരു നല്ല പേര് കണ്ടു വെച്ചിട്ടുണ്ട്, നസീറ. How is it? ഹലോ. Please sign here. Shiny speaking. Oh, you. Which picture? I saw the picture. No, not like that. Yeah. So any movies? Don't be silly. I will come in. Yes. Can I help you, sir? Beautiful. I mean, that statue. Okay. See you. ഞാനിന്ന് ഈ മുറിയിലാണ് ഉറങ്ങുന്നത്. Mary, why? Don't you love me? I love you. Then? Not now. You should wait. 1.5 വർഷം ഞാൻ കാത്തിരുന്നു. അല്പം കൂടി കാത്തിരിക്കൂ. Let us get married first. ഒരു വെപ്പാട്ടിയല്ല, ഭാര്യയാകാനാണ് എന്റെ ആഗ്രഹം. I'm sorry. Good night. இனி போற இடத்துல எத்தனை பேர் இருக்கீங்களோ விடுங்க. விட மாட்டேன். முடியாது. விடுங்க.
മമ്മദ്, ഹായ് മമ്മദ്, അവിടെ നിൽക്കൂ. അല്ലോ ഇതാരും മിസ് ചെയ്യാ, കണ്ടിട്ട് ഒരുപാട് നാളായല്ല. മമ്മദിന്റെ മോന്റെ അസുഖം മാറിയോ? ഓ അത് പോക്കാ മിസ്സി. എവിടെ എന്റെ റുപ്പീസ്? 84 റുപ്പീസ്. തരാം മിസ്സി, അടുത്ത ആഴ്ച ഉറപ്പായിട്ടും തരാം. നമ്മളോടൊന്ന് തോന്നരുത് മിസ്സി. ഈ വൈക്ക് വെറുതെ ഒരു ഈവനിങ് വാക്ക്. മമ്മദും വരൂ. അല്ലോ ഞമ്മള് വായിക്കണോന്നു. വാ മമ്മദ്, പ്ലീസ് കം ഓൺ. കൈ വിട്. മമ്മദ് ഇതിനു മുൻപ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, ഞമ്മള് വന്നിട്ടില്ല. ഞാനും വില്യമും എല്ലാ സൺഡേയിലും ഇവിടെ വന്ന് അങ്ങനെ ഇരിക്കും. മിസ്സി ഞമ്മക്ക് പോണം, മോൻ ഒറ്റക്കൊള്ളു വീട്ടില്. ഇരിക്കും മമ്മദ്. ഞാനും വില്യമും പാതിരാത്രി വരെ ഇവിടെ ഇരുന്ന് സംസാരിക്കും. വില്യമിന് സ്ഥലമൊക്കെ എന്ത് ഇഷ്ടമായിരുന്നെന്നോ. ഞമ്മള് പോണം. ഇരിക്കും മമ്മദ്. പിന്നെ മിസ്സി, ഞമ്മക്ക് കെട്ടിയുള്ള ഒരു മോനുണ്ട്. നിങ്ങളെ വേണ്ടാ നേരത്തിന് ഞമ്മളെ കിട്ടൂല, അതിന് വേറെ ആളെ നോക്ക്. മമ്മ നമ്മുടെ വിവാഹം കഴിഞ്ഞെന്നാ എന്റെ വീട്ടുകാർ വിശ്വസിക്കുന്നത്. നമ്മുടെ അയൽക്കാരുടെ താരനും അതല്ലേ? അപ്പോ അവര് ഈ കല്യാണത്തിന് ക്ഷണിക്കുന്നത് ശരിയാണോ? എന്നാൽ വേണ്ട, നമുക്ക് രജിസ്റ്റർ ചെയ്യാം. വള്ളി വെച്ച് നടത്താൻ എനിക്കിഷ്ടം. എങ്കിൽ നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. അത് ഇപ്പൊ പറയില്ല. നീ വേഗം മാർക്കറ്റിൽ പോ. മട്ടൻ, ചിക്കൻ, ഫിഷ്, പുഡിംഗ് എല്ലാം ഉണ്ടാക്കണം. ഇനി ഒരാളും കൂടി ലഞ്ചിനുണ്ടാവും. ആര്? മൈ വുഡ് ബി ഹസ്ബൻഡ്. ആരാണ് അയാൾ? സ്റ്റാൻലി. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. കല്യാണമൊക്കെ തീരുമാനിച്ചു. എന്നാണ്? അടുത്ത വ്യാഴാഴ്ച. ഓ ഐ സീ.
സതി എന്നാണ് എന്റെ പേര്. മനസ്സിലായില്ല. മിസ്റ്റർ സ്റ്റാൻലി എന്നെ കുറിച്ചൊന്നും ഇതുവരെ പറഞ്ഞില്ലേ? ഇരിക്കൂ. മിസ്റ്റർ സ്റ്റാൻലി അദ്ദേഹം താമസിക്കുന്ന ഇവിടെയല്ലല്ലോ. അറിയാം. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞില്ലേ? നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ വളരെ ദൂരെ നിന്ന് വരികയാണ്. എന്തിന്? എന്റെ ദുഃഖം നിങ്ങളെ അറിയിക്കാൻ. അതിൽ നിന്ന് അല്പമെങ്കിലും മോചനം കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ. എനിക്ക് നിങ്ങൾ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് മിസ്റ്റർ സ്റ്റാൻലി അറിയാമോ? അറിയാം. അദ്ദേഹം നിങ്ങളും തമ്മിലുള്ള ബന്ധം പറയൂ. നിങ്ങൾ അദ്ദേഹത്തിന്റെ ആരാണ്? ഈ കുട്ടി ഊട്ടിയിലെ സേക്രഡ് ഹാർട്ട് കോൺവെന്റിൽ പഠിക്കുന്ന എന്റെ മകൾ, സ്റ്റാൻലിയുടെ മകൾ. I can't believe. I can't. You are lying. Oh, എനിക്ക് കേൾക്കണ പോ. അനിയത്തി, നിങ്ങൾ തമ്മിലുള്ള ബന്ധം എനിക്കറിയാം. ഞാനതിനൊരിക്കലും തടസ്സമാവില്ല. എനിക്ക് പറയാനുള്ള കാര്യം മറ്റൊന്നാണ്. സ്റ്റാൻലി എന്റെ അയൽക്കാരനായിരുന്നു. ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരിക്കെ ഞങ്ങൾ അറിയാതെ തമ്മിലടുത്തു. ഒരു നമ്പൂതിരി ഇല്ലത്താണ് ഞാൻ ജനിച്ചത്. സ്വത്തും മുതലും നശിച്ചെങ്കിലും സമുദായത്തിന്റെ ആചാരം മര്യാദകൾ മറക്കാതെയാണ് ഞങ്ങൾ ജീവിച്ചത്. എന്നാൽ 5 പെൺമക്കളെ പുലർത്താൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അച്ഛൻ എന്നെ ജോലിക്ക് അയക്കാൻ നിർബന്ധിതനായി. മോളെ സതി, നാളെ നേരത്തെ പുറപ്പെട്ടുകൊണ്ട് കിട്ടുക. പുലർച്ചയ്ക്ക് അത്രേ തീവണ്ടി. ആ പിന്നെ വാര്യത്തും തെക്കേ മഠത്തിലും പോയി യാത്ര പറഞ്ഞോളൂ. ഇനി അറിഞ്ഞില്ല എന്നും പറഞ്ഞില്ല എന്നും ഒന്നും ആരെ കൊണ്ടും പറയിപ്പിക്കണ്ടല്ലോ. നീയും പോവുകയാണല്ലേ? ഞാൻ സ്റ്റാൻലിക്ക് കത്തുകൾ അയക്കാം. എത്ര കാലം? പുതിയ ചുറ്റുപാടുകളിൽ നീ എന്നെ മറക്കും. സ്റ്റാൻലിക്ക് എന്നെ വിശ്വാസമില്ലേ? എനിക്ക് സ്റ്റാൻലിയെ പിരിയാൻ വളരെ വിഷമമുണ്ട്. പക്ഷേ സ്റ്റാൻലിക്ക് എല്ലാം അറിയില്ലേ? എല്ലാം പണയപ്പെടുത്തിയാണ് എനിക്ക് ഈ ജോലി വാങ്ങിയത്. എല്ലാം തകർന്നിട്ടും പിടിച്ചു നിൽക്കുകയാണ് അച്ഛൻ. എന്റെ ജോലി തറവാടിന് എന്ത് ആശ്വാസമാണ്. സതി പോകുന്നെന്ന് പറയുമ്പോൾ എന്തോ ഒരു വിഷമം. സ്റ്റാൻലി വിഷമിക്കരുത്. ഞാൻ ഇന്നും സ്റ്റാൻലിയുടേത് മാത്രമായിരിക്കും. സതി, സതി.
ഞാൻ പോട്ടെ. എല്ലാം കണ്ടിട്ട് ഒന്നും കണ്ടില്ലെന്ന് നടിച്ചു. ഇനി ഞാനങ്ങ് തുറന്നു പറയുക, ആ ചെക്കനുമായി നിനക്കൊരു ബന്ധവും വേണ്ട. എല്ലാം നശിച്ചാലും അഭിമാനം നശിക്കില്ലല്ലോ. 5 പെൺമക്കളുടെ കൂട്ടത്തില് നീയാ മൂത്തത്. ഉള്ളതെല്ലാം പെറുക്കി വിറ്റ് നിന്നെ പഠിപ്പിച്ചത് നാളെ ഈ കുടുംബത്തിന് നീയൊരു തണലാവൂലോ എന്ന് കരുതിയ. നീ പിഴച്ചാൽ ഓർത്ത് ഞാൻ സ്റ്റാൻലിയിൽ നിന്ന് അകലാൻ ശ്രമിച്ചു. പക്ഷേ വീണ്ടും സ്റ്റാൻലിയെ കാണേണ്ടി വന്നു. എനിക്കെന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്ന ആ നിമിഷത്തിൽ ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലം എന്റെ ഉദരത്തിൽ വളരാൻ തുടങ്ങിയിരുന്നു. ഇനിയൊന്നും ആലോചിക്കാനില്ല, വരൂ. എവിടേക്ക്? നമുക്ക് രജിസ്റ്റർ വിവാഹം കഴിക്കാം. ഇല്ല സ്റ്റാൻലി. നീ ഇത് തീരുമാനിച്ചു? സ്റ്റാൻലിയെ സ്നേഹിച്ചു തുടങ്ങിയപ്പോ വിവാഹം എന്റെ സ്വപ്നമായിരുന്നു. പക്ഷേ എന്റെ വിവാഹം അറിഞ്ഞാൽ അച്ഛൻ പൊട്ടി തകർന്നു പോകും. വേണ്ട സ്റ്റാൻലി, വേണ്ട. നമുക്ക് വിവാഹം വേണ്ട. പിന്നെ കുഞ്ഞിനെ നശിപ്പിക്കാനാണോ സതി ഉദ്ദേശിക്കുന്നത്? ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിച്ചു. സ്റ്റാൻലിയുടെ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചു. അമ്മ ആരെന്നറിയിക്കാതെ എന്റെ കുഞ്ഞിനെ സ്റ്റാൻലി വളർത്തണം. പറയൂ, സ്റ്റാൻലി വളർത്തണോ? ഞാൻ പ്രസവിച്ചു. അമ്മ ആരെന്നറിയിക്കാതെ സ്റ്റാൻലി എന്റെ കുഞ്ഞിനെ വളർത്തി. അവൾ കോൺവെന്റിലെ പൂമരത്തണലിൽ ഓടി നടന്നപ്പോൾ എന്റെ മാതൃഹൃദയം വെമ്പി. അമ്മയെ എന്നൊന്ന് വിളിച്ചു കേൾക്കാൻ വേണ്ടി ഒരിക്കൽ ഡാഡി വഴക്ക് പറയും. പ്രസന്റേഷൻ ആര് തന്നാലും വാങ്ങരുതെന്ന് ഡാഡി പറഞ്ഞിട്ടുണ്ട്. മോടെ മമ്മി തന്നാലും വാങ്ങിക്കൂലേ? എനിക്ക് മമ്മിയില്ല, മമ്മി മരിച്ചുപോയി. ആര് പറഞ്ഞു മോടെ മമ്മി മരിച്ചുപോയെന്ന്? ഡാഡി ടോൾഡ് മീ. ഞാൻ മോടെ മമ്മിയെ പോലല്ലേ? മോള് എന്നെ മമ്മിന്ന് വിളിച്ചോളൂ. ഇല്ല, ഞാൻ വിളിക്കില്ല. നിങ്ങൾ ഈ കുട്ടി ഇങ്ങനെ ലാളിക്കുന്നത് ശരിയല്ല. നിങ്ങൾ ഈ കുട്ടിയുടെ ആരാണ്? സിസ്റ്റർ, ഞാൻ. ഇറ്റ്സ് ഓൾ റൈറ്റ്. മേലിൽ ഇത് ആവർത്തിക്കരുത്. കമോൺ ചൈൽഡ്. എന്നെങ്കിലും സ്റ്റാൻലിയെ വിവാഹം കഴിച്ച് എന്റെ കുഞ്ഞിനെ സ്വന്തമാക്കാൻ കഴിയുമെന്ന് ഞാൻ ആശിച്ചു. പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഞാൻ അറിഞ്ഞപ്പോൾ ആ ആശയം ഉപേക്ഷിച്ചു. ഞാൻ സ്റ്റാൻലിയെ കുറ്റപ്പെടുത്തുന്നില്ല. എനിക്ക് എന്നെ മാത്രമേ കുറ്റപ്പെടുത്താനാവൂ. എനിക്കിനി ഒരാഗ്രഹമേ ഉള്ളൂ, എന്റെ മോൾ. എനിക്കെന്റെ മോളെ വേണം, അത് മാത്രം മതി. സ്റ്റാൻലി സമ്മതിച്ചാൽ എനിക്കെന്റെ മോളെ തിരിച്ചു കിട്ടും. മേരി സ്റ്റാൻലിയോടൊന്ന് പറയണം. ഇതിനു വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. ഞാൻ പോകുന്നു. ഹായ് മേരി.
എന്ത് പറ്റി? നത്തിങ്. സ്റ്റാൻലി, നിങ്ങൾ ഇത്രയും കാലം എന്നെയും എന്റെ കുടുംബത്തെയും സഹായിച്ചു. അവസാനമായി ഞാൻ ഒരു സഹായം കൂടി യാചിക്കുകയാണ്. എന്താണ്? ഈ കുഞ്ഞിനെ അവളുടെ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കൂ. ഇത് നിങ്ങളുടെ സതി വന്നിരുന്നു. എന്നോട് എല്ലാം പറഞ്ഞു. എടി, നീ എന്നെ കുറിച്ച് മേരിക്ക് എഴുതി അറിയിച്ചു അല്ലേ? ടീന, ഐ ഗോട്ട് എ ഹാൻസം റിച്ച്. അതിന്റെ അസൂയ കൊണ്ടല്ലേ നീ അത് ചെയ്തത്? ടീന, ഒരു വർക്ക്ഷോപ്പിലെ കൂലിവേലക്കാരനല്ലേ നിനക്ക് കിട്ടിയത്? ലൈക്ക് എ ബെഗ്ഗർ. ടീന, അനാവശ്യം പറയരുത്. അനാവശ്യം പ്രവർത്തിക്കാം. എന്നിട്ടൊരു ഉപദേശം. ജോണി, റീന പറഞ്ഞത് ശരിയാണ്. ഞാനൊരു വർക്ക്ഷോപ്പിലെ കൂലിവേലക്കാരനാണ്. എനിക്ക് നിങ്ങളുടെ വീട്ടിൽ കയറാമോ? ജോണി, ടീനയല്ല, എന്റെ കാര്യം തീരുമാനിക്കേണ്ടത് ഞാനാണ്. എന്നെ ജോണിക്ക് ഇഷ്ടമില്ലേ? പറയൂ, എന്നോട് സ്നേഹമില്ലേ? പാണ്ഡ്യ, എഴുത്ത് നാട്ടിൽ നിന്നാണോ? ആരൊക്കെയുണ്ട് വീട്ടിൽ? എന്റെ മനസ്സിന് ഒരിക്കലും സ്വസ്ഥത തരാത്ത ഒരുപാട് പേര്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, യു ക്യാൻ ഷെയർ വിത്ത് മീ. വേണ്ട. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം? അതെ. നിനക്ക് നിന്റെ വില അറിഞ്ഞുകൂടാ. പണമാണ് പ്രശ്നമെങ്കിൽ മിസ്റ്റർ ശ്യാം. ഭാഗ്യവാൻ. എന്തിനു പോരുന്ന 3 പെങ്ങന്മാർ. മൂത്തവള് ആ നേവൽ ഓഫീസറെ കറക്കി കാശുണ്ടാക്കി വീട്ടിൽ. രണ്ടാമത്തവളെ കള്ളക്കിടത്തുകാരൻ സലീമിന്റെ കൂടെയാ ഇരിപ്പും നടപ്പും കിടപ്പും. ചേട്ടാ, ഉള്ളത് പറയുമ്പോ നീ എന്തിനാ ചൂടാന്നേ? ഇളയവിളെ മെക്കാനിക് ജോലി ഡെയിലി ഓവർറോൾ ചെയ്യുന്നു. നീ ആണാണെങ്കിലേ ഇപ്പൊ ഇതിന് സൗകര്യമായി നന്നാക്കിട്ട് നീ വാ. ഇപ്പൊ വേറെ ജോലിയൊന്നുമില്ലേ? ചോദിച്ചാൽ തെറ്റിദ്ധരിക്കരുത്. സാലറി ഡേ ആയിട്ടും നീ ഒന്നും പുതിയതായി പർച്ചേസ് ചെയ്തില്ലല്ലോ. ഏത് ബാങ്കിലെ അക്കൗണ്ട്? കിട്ടുന്നത് മുഴുവൻ സേവിങ്സ് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്ത് പട്ടിണി കിടക്കുന്ന ചിലരുണ്ട്. മേരിയും അക്കൂട്ടത്തിലാണോ? നോ ഷൈനി, പലതും വാങ്ങണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ആശകളെ നീക്കിക്കൊന്നു സ്വയം സങ്കടപ്പെടാൻ വിധിക്കപ്പെട്ട ചിലരുണ്ട് എന്നെ പോലെ. അത് അയ്യോ, എന്റെ ബാഗ്. അവിടെ നിൽക്കൂ, നിൽക്കൂ മമ്മ. മേരിക്ക് ഇവളെ പരിചയമുണ്ടോ? സ്റ്റെല്ല. നല്ല ഉറക്കമായിരുന്നു. മാഗി, ഇവളെ കൊണ്ടുപോയി കിടത്തു. ഗുഡ് നൈറ്റ് ഡിയർ. ഗുഡ് നൈറ്റ് ഡാഡി. മോളെ ഇവിടെ താമസിപ്പിക്കുമോ? ഇല്ല, നാളെ അവളെ അവളുടെ അമ്മയെ ഏൽപ്പിക്കണം. നീ പറഞ്ഞിരുന്നല്ലോ.
ഞാൻ ഈ രാത്രി ഇവിടെ ഉറങ്ങട്ടെ? സ്റ്റാൻലി, ശവത്തിൽ കുത്തരുത്. ഈ വീട് സ്റ്റാൻലിയുടേതാണ്. താങ്ക് യു. ഈ രാത്രി എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? ഒരുത്തിയെ ചെലവിനും കൊടുത്തിവിടെ താമസിപ്പിച്ചിട്ടില്ലേ? അവളെ കാണാൻ രാത്രി നീ ഇവിടെ വരാതേക്കില്ലെന്ന് എനിക്കറിയാം. ഈവലിൻ, ഒന്ന് മര്യാദയ്ക്ക് സംസാരിച്ചുകൂടെ? നീ എന്നാടാ വലിയവനായത്? ഈവലിൻ, ഒന്ന് പതുക്കെ പറ. ഇല്ല, ഞാൻ ഉറക്കെ തന്നെ പറയും. എനിക്കത് നാണക്കേടില്ല. ഡാഡി കാലൊടിഞ്ഞ് വീട്ടിൽ കിടന്നപ്പോ അടുപ്പെരിഞ്ഞ് എങ്ങനെയാ നീ അറിഞ്ഞിരുന്നോ? ഞാനെന്ന് ആണുങ്ങളെ പിടിച്ച് വീട് പുലർത്താനാ. എന്നാ നീ ഇന്ന് പെണ്ണുങ്ങളെ പിടിക്കുന്ന ആർക്ക് വേണ്ടിയാ? അവിടെ ഒരു സതി, ഇവിടെ ഒരു മേരി, ഇനി എത്ര പേരുണ്ട് നിന്റെ കൂടെ? ഈവലിൻ, ഒന്ന് മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നുണ്ടോ? നീ എന്നെ കണ്ടുന്നോടാ? കൊല്ലെ. ഞാൻ ആ കിഴവൻ ആൽബർട്ട് ഹാൻസിന്റെ കൂടെ കഴിഞ്ഞത് നിനക്ക് വേണ്ടിയായിരുന്നു. നിന്നെ പഠിപ്പിക്കാൻ, ഉദ്യോഗസ്ഥനാക്കാൻ. ഒടുവിൽ ഉദ്യോഗം കിട്ടി ഓഫീസറായപ്പോ നീ എന്നെ മറന്നു, തല്ലി പുറത്താക്കാൻ വന്നു. ചാലി, നീ ഇത് അനുഭവിക്കൂടാ. കണ്ടു, നീ ഇത് അനുഭവിക്കും. സ്റ്റാൻലി, എന്താ അവര് പറഞ്ഞിട്ട് പോയത്? ഒരു സത്യം. ഞാൻ നിന്നിൽ നിന്ന് മറച്ചു വെച്ച മറ്റൊരു സത്യം. മേരി, ഈ ഇറങ്ങിപ്പോയ എന്റെ സഹോദരി ഈവലിനാണ് നിന്റെ അച്ഛന്റെ ആത്മഹത്യക്ക് ഉത്തരവാദിത്വം. എന്റെ ചേച്ചി നിന്റെ അച്ഛന്റെ പണം ചോർത്തെടുത്തു. ഒടുവിൽ എനിക്കെല്ലാം മനസ്സിലായി. അന്ന് സ്റ്റാൻലി ആദ്യമായി വീട്ടിൽ വന്നപ്പോ മമ്മി മേരി, നീ ഇവിടെ ജോയിൻ ചെയ്ത അന്നു മുതൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാ നിന്റെ ഈ ഉത്സാഹക്കുറവ്. അതിന്റെ നേച്ചറാണെന്ന് കരുതിക്കോളൂ. അല്ല, നിന്നെ വേദനിപ്പിക്കുന്ന എന്തോ ചിലത് നീ എന്നിൽ നിന്ന് മറച്ചു വെക്കുക. എന്താ നിന്റെ വിഷമം? നിന്നോട് പറഞ്ഞു തീർക്കാവുന്ന വിഷമങ്ങളൊന്നും എനിക്കില്ല ഷൈനി. നമുക്ക് മറ്റെല്ലാം സംസാരിക്കാം. ഒരു സിനിമയ്ക്ക് വിളിച്ചാൽ നീ വരില്ല. ഒരിക്കലെങ്കിലും ബീച്ചിലോ ബാറിലോ നിന്നെ ഞാൻ കണ്ടിട്ടില്ല. ആ, ഏതായാലും നാളെ ഡ്യൂട്ടി കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് കൂടാം, എന്റെ പിറന്നാൾ ആഘോഷിക്കാൻ. ഓക്കെ? ഓക്കെ. ഷൈനി, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഒക്കെ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ എന്റെ ബർത്ത്ഡേ പാർട്ടി എന്നും പറഞ്ഞ അവളെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. സൂക്ഷിക്കണം. ഓക്കെ. May I join you? Of course. Thank you. മിസ് മേരി ഹാൻസിനെ ഇങ്ങനെയൊന്നും കാണാറില്ലല്ലോ. മാഡം, ഫോൺ കോൾ ഫോർ യു. Just a minute. ഒരിക്കൽ ഞാൻ നിങ്ങളെ ഡിന്നറിൽ ക്ഷണിച്ചു, വന്നില്ല. പിന്നീട് പല പ്രാവശ്യം ഫോണിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചു, കഴിഞ്ഞില്ല. സ്നേഹം ഭ്രാന്താണെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ നിങ്ങളെ കണ്ടത് മുതൽ എനിക്ക് സംഭവിച്ച അതാണ്. മിസ്റ്റർ ശ്യാം, നമുക്ക് മറ്റെല്ലാം സംസാരിക്കാം. യെസ്, ഒരാഴ്ച കൂടി ഞാനിവിടെ ഉണ്ടാകും. അതിനിടയിൽ ഒരു ദിവസം പിക്നിക്കിന് പോകാം. എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. ഊട്ടി, കൊടൈക്കനാൽ, മഹാബലിപുരം, ഇവിടെയൊക്കെ എനിക്ക് സ്വന്തമായിട്ട് ബംഗ്ലാവുണ്ട്. മിസ്റ്റർ ശ്യാം, നിങ്ങൾക്കില്ലാത്തത് ഡീസൻസിയാണ്.
മിസ്റ്റർ ശ്യാം, മാറി നിൽക്കൂ. അങ്ങനെ നിന്നെ പോകാൻ ഞാൻ സമ്മതിക്കില്ല. വാട്ട്സ് എ പ്രോബ്ലം? യു മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ലെറ്റ് her go. And if not? കയറാൻ. എവിടെ പോന്നു? ലക്ഷ്യത്തിലേക്ക്. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. As you like. ഇത് രുദ്രമ്മ, എന്റെ, നിന്റെ, എല്ലാവരുടെയും അമ്മ. വരൂ മോളെ. വരൂ. അവിടെ ഇരിക്കൂ. ഞാൻ ഉടനെ വരാം. മിസ് മേരി ഹാൻസ്, ഇരിക്കൂ. സാർ, എന്നെ ഒന്നും ചെയ്യരുത്. എന്നെ ഉപദ്രവിക്കരുത്. മിസ് മേരി ഹാൻസ്, നിന്നെപ്പോലെ സുന്ദരിയായ ഒരു യുവതിയെ ആരെങ്കിലും ഉപദ്രവിക്കുമോ?
രുദ്രമേ, അവളെ ഒരു ടാക്സിയിൽ അയച്ചേക്കും. രുദ്രമയുടെ കാശെടുത്തിട്ട് ബാക്കി അവൾക്ക് കൊടുത്തേക്കും. ശരി. ഒരു സുഗന്ധം മാത്രം ഓ ഹൃദയമേ, ഒരു സുഗന്ധം മാത്രം ഓ ഹൃദയമേ. വിജനമാമി വീഥിയിൽ ഒരു വിടർന്ന പൂവിൻ ദാഹം മാത്രം. ഹൃദയഹാരിയമേതോ ചടുല പൗരുഷ സംഗമം. ആശ്രുതിലയങ്ങളിൽ ഉണരും ഉന്മാദം. ഒരു സുഗന്ധം മാത്രം ഓ ഹൃദയമേ. നീലവാനിൽ അലിയും സംഗീതം പോലെ നീലവാനിൽ അലിയും സംഗീതം പോലെ ഹിമകണത്തിൽ പ്രകൃതി പോലെ നിറഞ്ഞു നിന്നു നീ. പൊൻചിറകുകളേറി പറന്നു പറന്നേ പോയി. പൊൻചിറകുകളേറി പറന്നു പറന്നേ പോയി. ഗഗനസീമയിലൂടെ ഹരിത തീരം ഉണർന്ന നിൻ പ്രണയലാളന മന്ത്രണം മാത്രം. ഒരു സുഗന്ധം മാത്രം ഓ ഹൃദയമേ. നീ ദൂരെ ദൂരെ നിഴലിൻ പിന്നാലെ അലഞ്ഞു. നീ ദൂരെ ദൂരെ നിഴലിൻ പിന്നാലെ അലഞ്ഞു. മുഖപടങ്ങളിൽ മറഞ്ഞു നീ നിനക്കപരിചിതയായി. ഒരു കടങ്കഥയേകും മധുര വിസ്മയം പോലെ. ഒരു കടങ്കഥയേകും
മധുര വിസ്മയം പോലെ ഈ കാന്തവലയത്തിലൂടെ ഒഴുകിടുമ്പോൾ മനസ്സിലെ ദളപുടങ്ങളിൽ തേൻ കണം മാത്രം ഒരു സുഗന്ധം മാത്രം ഓ ഹൃദയമേ ഓ ഹൃദയമേ ഓ ഹൃദയമേ എങ്ങനെ ഇരിക്കുന്നു എന്റെ ആളുകളുടെ പ്രകടനം? ജപ്പാനിൽ പോയാണ് അവരിത് പഠിച്ചത്. എങ്ങനെയുണ്ട് എന്റെ പ്രകടനം? ഇത് ഞാൻ കേരളത്തിലെ തെരുവിൽ നിന്നും പഠിച്ചതാണ്. ബാസ്റ്റർഡ്. എന്നെ എവിടെ കൊണ്ടുപോകുന്നു? ഹോസ്പിറ്റലിൽ.
മിസ് മേരി ഹാൻസ്, കഴിഞ്ഞ തവണ നിങ്ങളോട് കാണിച്ച മര്യാദ കിടന്ന് മാപ്പ് ചോദിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഐ ആം സോറി. മിസ്റ്റർ ശ്യാം, ആഗ്രഹിക്കുന്നതെന്തും എന്തിനേയും നേടിയെടുക്കുന്ന സ്വഭാവക്കാരനാണ് ഞാൻ. കൂട്ടത്തിൽ ഒരുത്തനെ അപമാനിക്കുകയും ചെയ്തു. രണ്ടിനും പകരം ചോദിക്കാൻ വന്ന എന്റെ ആളുകൾ ആദ്യം നേരിട്ടത് അവനെയാണ്. മിസ്റ്റർ ശ്യാം, നിങ്ങൾ പരിഭ്രമിക്കാനൊന്നുമില്ല. അസാധാരണക്കാരനായ മനുഷ്യനോട് എനിക്കിപ്പോൾ സ്നേഹവും ബഹുമാനവും തോന്നുന്നു. അതുകൊണ്ടാണ് അയാൾക്ക് ആശുപത്രിയിൽ വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തത്. ആശുപത്രിയിലോ? അതെ. അന്വേഷിച്ചതിൽ അയാൾക്കൂടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരുമില്ലെന്ന് മനസ്സിലായി. അയാളുടെ പേര് പോലും ആർക്കും അറിയില്ല. എന്നാൽ നിങ്ങൾ അയാളുടെ കാമുകയാണെന്ന് എനിക്കറിയാം. ആശുപത്രിയിൽ അയാൾക്കിപ്പോൾ ഒരാളുടെ സഹായം ആവശ്യമാണ്. മിസ് മേരി ഹാൻസ്, ഈ നഗരം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു. ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇങ്ങോട്ട് വരും. എന്നാൽ ഇനി ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരില്ല. ഒരിക്കലും. ഗുഡ് ബൈ. എന്തു വേണം? സഹതാപം പ്രകടിപ്പിക്കാൻ വന്നാണോ? എനിക്ക് ആരുടെയും സിമ്പതി ആവശ്യമില്ല. പോകൂ. പോകാൻ. മമ്മദ്, മിസ്റ്റർ മമ്മദ്. മൂപ്പർ ഇവിടെ ഇല്ല. മമ്മദിന്റെ കുട്ടിക്ക് സുഖമില്ലാന്ന് കേട്ടു. ഞാനൊന്ന് കണ്ടോട്ടെ. ആ, വരി. എന്റെ മോൻ ഒരു സോക്കേടും ഇല്ലായിരുന്നു. നല്ലോണം ഓടി നടന്ന കുട്ടിയാ. പെട്ടെന്നാ പനി വന്നത്. രണ്ടാം പൊക്കം അരയ്ക്ക് കീപ്പോട്ട് തളർന്നുപോയി. മോന്റെ പേരെന്താ? അസ്രഫ്. മോനിത് വെച്ചോ. വേണ്ട. മിസ്റ്റർ മമ്മദ്, ഈ പൈസ ഇവിടെ വേണ്ട. നിങ്ങൾ കടന്നു പോകുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ നിങ്ങളെ പിടിച്ച് പുറത്താക്കേണ്ടി വരും. മമ്മദ്, നിങ്ങൾക്ക് ആണുങ്ങളുടെ കൂട്ടത്തിൽ ഒരു വില്യമിനെ അറിയാവും. അതിന് ആണുങ്ങൾ വേറെ കാണും. ഈ മമ്മതിനെ കിട്ടൂല. മമ്മദ്, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. വില്യം എന്റെ ബ്രദറായിരുന്നു. എന്റെ സ്വന്തം സഹോദരൻ. മിസ്സി, ഈ ഭൂമിയിൽ എനിക്ക് അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം ഒരു പനി വന്നു. പിന്നീടാണ് അറിഞ്ഞത് രോഗം ബ്ലഡ് ക്യാൻസർ ആണെന്ന്. അവനെ ചികിത്സിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നതെല്ലാം വിറ്റു. ഒടുവിൽ എന്നെയും. എന്നിട്ടും അവൻ പോയി. മമ്മ, നിനക്ക് അവന്റെ ചായയുണ്ട്. നിന്നെ കാണുമ്പോൾ ഞാൻ അവനെ ഓർക്കൂ. നമ്മളോട് പൊറുക്കണം. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാൻ ചെയ്തത് തെറ്റാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല മേരി. എന്നോട് ക്ഷമിക്കൂ. അന്ന് മിസ്റ്റർ ഷാവുമായി വഴക്കുണ്ടാക്കിയ ആ മനുഷ്യന്റെ അസുഖം മാറിയോ? അറിയില്ല. എന്താണ് അയാളുടെ പേര്? നിങ്ങൾ ആരാണ്? നിങ്ങളുടെ പേരെന്താണ്? നീ അതറിയേണ്ട കാര്യമില്ല. നിർബന്ധമാണെങ്കിൽ പറയാം. മനുഷ്യൻ. See you again.
അവൻ ഏതാ? നിന്നെ ഇവിടെ ഇറക്കി വിട്ടവൻ? അറിയില്ല. അറിയില്ലേ? അറിയാത്തവർക്ക് പോലും നീ പോകുന്നു, രാത്രിയും പോലും ചെലവഴിക്കുന്നു. എത്ര കാലമായി തുടങ്ങിയിട്ട് ഈ തൊഴിൽ? തൊഴിൽ വിശപ്പ് തുടങ്ങിയ നാൾ മുതൽ വയറിന്റെ, ശരീരത്തിന്റെ, മനസ്സിന്റെ. എന്നാൽ അത് ചോദിക്കാൻ നിങ്ങൾ ആരാണ്? മനസ്സിലായോ? ഇനിയത് ആവർത്തിച്ചാൽ കൊന്നുകളയുന്നു. ശവത്തെ കൊല്ലാൻ കഴിയുന്നു. നിങ്ങൾ ഇന്ന് നേരത്തെ കൊന്നു. അതിനു മുമ്പ് എന്റെ ഡാഡിയെ, മമ്മിയെ, എന്റെ കുടുംബം മുഴുവനും നിന്ന് നശിപ്പിച്ചു. അല്ലേ? കടന്നു പോ. മനസ്സാക്ഷിയില്ലാത്ത ഒരു രക്ഷിതാവിനെ എനിക്ക് ആവശ്യമില്ല. I say you get out. Mister. Yes. I am Stanley. Stanley Green. മേരി നിങ്ങൾക്ക് എങ്ങനെയാണ് പരിചയം? മേരി? ഓ, യു മീൻ മേരി ഹാൻഡ്സ്. അവൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ പല ടാക്സികളിലും കയറാറുണ്ട്, പക്ഷേ അതിന്റെ നമ്പറുകൾ ഓർക്കാറില്ല. ഐ വോൺ യു. മേലെ നിങ്ങൾ അവളെ കാണരുത്. കണ്ടാൽ ഈ സ്റ്റാൻലി ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സൂക്ഷിച്ചു. ഓ, എന്താ? എനിക്ക് മറ്റേ മിസ്സിയെ ഒന്ന് കാണണം. എന്തിന്? കാശി തട്ടിയെടുക്കാനും. മിസ്റ്റർ, നല്ല ആരോഗ്യമുണ്ടല്ലോ, പിന്നെ എന്തിനീ നാണം കെട്ട പണിക്ക് നടക്കുന്നു? മിസ്സി, ഞാൻ കടന്നു പോകുന്നുണ്ടോ? തന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. തട്ടിപ്പുമായി നടക്കുന്നു. ഞാൻ തട്ടിപ്പുകാരനല്ല, ശരിക്കുള്ള ഇസ്ലാമാണ്. ഇന്നോളം നയിച്ചു നിന്ന തടിയാണ്. പിന്നെ താനെന്തിന് ഇങ്ങോട്ട് വന്നു? നമ്മൾ വാങ്ങിയ കായ് മടക്കി കൊടുക്കാൻ. മമ്മ, എന്താണിത്? വാട്ട് ഹാപ്പൻ മേരി? പെങ്ങളെ, എണ്ണി നോക്ക്. പഷ്ണി സഹിക്കാം. വേദനയും തെണ്ണുള്ള നമ്മുടെ മോന് വേണ്ടി നമ്മൾ കൈ നീട്ടി, അതും നിങ്ങളുടെ മുമ്പിൽ മാത്രം. നീ എന്തിനാ ഇപ്പൊ ഇത് തിരിച്ചു തരുന്നത്? നിന്റെ മകന്റെ അസുഖം മാറിയോ? മാറി. പടച്ചവൻ അവന്റെ എല്ലാ സൂക്കേടും മാറ്റി. കഴിഞ്ഞ വെള്ളിയാഴ്ച അവന്റെ മയ്യത്തി നമ്മൾ പള്ളിപ്പറമ്പിൽ അടക്കി. നമ്മൾ നാട്ടിലേക്ക് പോകണം. അതിന്റെ ഇടയ്ക്ക് ഈ കടം വീട്ടിയില്ലെങ്കിൽ പടച്ചവൻ ആഹൃത്തിലും ദുനിയാവിലും പൊരുത്താക്കുക. മമ്മ, എനിക്ക് രൂപ വേണ്ട, നീ വെച്ചോളൂ. വേണ്ട മിസ്സി, നിങ്ങളുടെ ബില്യൻ തരുന്നതാണെന്ന് വെച്ചോളി. വിധിയുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കാണാം. ലോണൽ, ലോണൽ എവിടെ പോകുന്നു? ഫാമിലി വീട്ടിൽ ഒറ്റയ്ക്കാണ്. എന്റെ വീട്ടുകാരൻ നിരക്കാൻ നീ ആരാ? അത് ഞാൻ നോക്കിക്കോളാം. നീ നോക്കിയിട്ടാണോ ട്രീന ഒരുത്തിന്റെ കൂടെ ഓടിപ്പോയത്? ലോണൽ, തിരിച്ചടിക്കാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല, നീ പാമലയുടെ സഹോദരനായി പോയി. ട്രെയിന് പോയ വിവരത്തിന് മേരിക്ക് ടെലിഗ്രാം അടിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും സ്വന്തം സഹോദരികളുടെ കാര്യങ്ങൾ അന്വേഷിക്കും. മകി, ഞാൻ നിന്നെ കാത്തിരിക്കായിരുന്നു. ഇതാ താക്കോൽ. നീ എവിടെ പോകുന്നു? വീട്ടിലേക്ക്. വിശേഷിച്ച്? റീന ഒരാളുടെ കൂടി ഓടിപ്പോയി. ഇതാ ട്രെയിന് ബോംബെയിൽ നിന്ന് അയച്ച എഴുത്താണിത്. എന്നോട് ഒരു വാക്ക് പോലും പറയാതെ അവൾ പോയി കളഞ്ഞു ചേച്ചി. പോട്ടെ.
എവിടെയെങ്കിലും പോയി ആരുടെ കൂടെയെങ്കിലും സുഖമായി ജീവിക്കട്ടെ. നീ എന്തിനു കരയുന്നു? ഒരു മുസ്ലിമിന്റെ കൂടെ. അണ്ടിപ്പെണ്ണെ, നീ ഇത്ര വിഡ്ഢിയാണെന്ന് ഞാൻ കരുതിയില്ല. ഒരാളുടെ മതവിശ്വാസമല്ല, സംസ്കാരമാണ് വലുത്. അവന് അവളോട് തോന്നിയ സ്നേഹം നിലനിന്ന് കാണാൻ പ്രാർത്ഥിക്കും. എവിടെ ലയനൽ? ഞാനിവിടെയുണ്ട്. അറേബ്യൻ മരുഭൂമിയിൽ ഇഷ്ടകാമുകനോടൊത്ത് കഴിയുന്ന എന്റെ ട്രീന ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ തന്നെ ഉണ്ടായി. എടാ, നീ കുടിച്ചിട്ടുണ്ടോ? യെസ്. ലയണൽ, go inside. പംല, അവൻ പറയട്ടെ. ചേച്ചിയുടെ അനുവാദമില്ലെങ്കിലും ഞാൻ പറയും. ലയണൽ, പുറത്തു പോവൂ. വയ്യ, പുറത്തു പോകാൻ വയ്യ. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ മുറിയിൽ ഒറ്റയ്ക്ക് ചടഞ്ഞിരിക്കുന്നത്. പുറത്തു പോയാൽ എന്റെ സുഹൃത്തുക്കൾ എന്നെ നോക്കി ചിരിക്കും. ചേച്ചിമാരുടെ അപവാദങ്ങൾ പറഞ്ഞ് ഉറക്കെ ചിരിക്കും. എനിക്കത് കേട്ടുകൂടാ. ഞാൻ ആർക്കു വേണ്ടി കുടിക്കുന്നെന്നറിയാമോ? മരിച്ചുപോയ എന്റെ ഡാഡിക്ക് വേണ്ടി, ജീവിച്ചിരിക്കുന്ന എന്റെ സഹോദരിമാർക്ക് വേണ്ടി. ലയനൽ, നീ എന്താണ് പറയുന്നത്? ചേച്ചിക്കറിയില്ലേ, നമ്മുടെ ഡാഡിക്ക് ഒരു വെപ്പാട്ടി ഉണ്ടായിരുന്നു, ഈവ്ലിൻ. അവളുടെ സഹോദരൻ മിസ്റ്റർ സ്റ്റാൻലി ഗ്രീൻ ഒരു വെപ്പാട്ടിയുണ്ട്, മിസ് മേരി ഹാൻ. കുറെ നാളായി ആ സ്റ്റാൻലിയുടെ കൂടെ താമസിക്കുന്ന ചേച്ചി അവന്റെ ഭാര്യയാണോ? നോ. എപ്പോഴെങ്കിലും നിങ്ങളുടെ 3 പേരുടെയും മുഖത്ത് നോക്കി ഇത് പറയണമെന്നുണ്ടായിരുന്നു. അതിലൊരു രക്ഷപ്പെട്ടു. ഇതുപോലൊരു അവസരം ഇനി എനിക്ക് കിട്ടില്ല. എന്റെ ചേച്ചി വഴിപഴിച്ചു പോയെന്ന് ഞാൻ പറയില്ല. കുടുംബം രക്ഷിക്കാൻ അങ്ങനെ വേണ്ടി വന്നു. എന്നാൽ ട്രെയിന അവൾ എന്തിനാ ചെറുപ്പക്കാരനടുത്ത് നഗരത്തിൽ ചുറ്റി നടന്നു. ഒടുവിൽ ഒളിച്ചോടിപ്പോയി. ഇവളെന്തിന് ജോണിയോടത്ത് കൂട്ടുകൂടി. എന്നെ നിങ്ങൾ ആരും ഓർത്തില്ല. ഞാൻ ഇവിടെ ഒരു അധികപ്പറ്റാണ്. ഗുഡ് ബൈ. ലയനൽ, എവിടെ പോന്നു? ദൂരെ ഈ ശബ്ദങ്ങളിൽ നിന്നെല്ലാം അകന്ന് ദൂരെ. ബൈ. ശില്പി പോയാൽ ശിലയുടെ ദുഃഖം, ശില്പി പോയാൽ ശിലയുടെ ദുഃഖം സത്യമോ വെറും മിഥ്യയോ? മങ്ങിമായും സാന്ധ്യദൃശ്യം ഛായയോ പ്രതിച്ഛായയോ? ശില്പി പോയാൽ ശിലയുടെ ദുഃഖം, ശില്പി പോയാൽ ശിലയുടെ ദുഃഖം സത്യമോ വെറും മിഥ്യയോ? വിഷമവൃത്തത്തിൽ ഇല്ലാത്ത സത്യത്തിൻ വിഫലമാ അന്വേഷണം, വിഷമവൃത്തത്തിൽ ഇല്ലാത്ത സത്യത്തിൻ വിഫലമാ അന്വേഷണം. ഇടനാഴിയിൽ നിന്ന്
ഇണക്കത്തിനെന്തർത്ഥം? ശില്പി പോയാൽ ശിലയുടെ ദുഃഖം. നിഴലുകളെ നിഴലുകളെ നിങ്ങൾ സന്ധ്യയ്ക്കെന്തിനി നിറമോനുമുടയാട ചാർത്തി? അഗാധമാമി ഇരുൾക്കയത്തിൽ അലിയുവാൻ മാത്രം, മിന്നിപ്പൊലിയുവാൻ മാത്രം, പൊലിയുവാൻ മാത്രം. ശില്പി പോയാൽ ശിലയുടെ ദുഃഖം, ശില്പി പോയാൽ ശിലയുടെ ദുഃഖം. സത്യമോ വെറും മിഥ്യയോ? മങ്ങിമായും സാന്ധ്യദൃശ്യം ഛായയോ പ്രതിച്ഛായയോ? ശില്പി പോയാൽ ശിലയുടെ ദുഃഖം. ഹലോ ബേബി. അങ്കിൾ. ഹലോ മമ്മി. അങ്കിൾ. അങ്കിൾ അവന്റെ ഒരു പ്രസന്റേഷൻ. എന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഈവലിൻ, നിന്നോട് സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്കും. കേട്ടത് മതി. അന്ന് ഞാൻ നിന്നെ അന്വേഷിച്ച് ആ ടേബിളിന് വീട്ടിൽ വന്നത്. മേരിയെ കുറിച്ച് നീ അനാവശ്യം പറയരുത്. പറഞ്ഞാൽ ദൈവത്തിന് പൊറുക്കില്ല. ദൈവം ഞാനും എന്റെ കുട്ടികളും ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു ദൈവം കാണുന്നില്ലല്ലോ. നീ എന്ത് ദൈവത്തെ പഠിക്കുന്നു? നീ ചെയ്ത പാപത്തിന് ഫലമാണിത്. അതേടാ, ഞാൻ പാവിയ. നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, എനിക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ചെയ്തത്. ഓഹോ, നിനക്കതെല്ലാം ഓർമ്മയുണ്ടല്ലേ? ഉണ്ട്, എനിക്കെല്ലാം ഓർമ്മയുണ്ട് എവ്ലിൻ. നീ ചെയ്ത പാപത്തിന് പരിഹാരം കാണാനാണ് ഞാൻ മേരിയെയും കുടുംബത്തെ രക്ഷിക്കാൻ ശ്രമിച്ചത്. എനിക്ക് കഴിഞ്ഞില്ല. എവ്ലിൻ, ഞാൻ ഈ സ്ഥലം വിടുകയാണ്. എനിക്ക് ട്രാൻസ്ഫറായി. നിന്നോട് യാത്ര ചോദിക്കാനാണ് ഞാൻ വന്നത്. ഇതാ, ഇത് വാങ്ങൂ. ഒരപേക്ഷ, മേരിയെ നീ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. നീ ഉദ്ദേശിക്കുന്ന സ്വഭാവക്കാരിയായിരുന്നവളെങ്കിൽ ഇന്ന് എന്റെ ഭാര്യയാകുമായിരുന്നു. ഈവലിൻ, നിനക്കറിയാമോ, എന്റെ കൂടെ വരുന്നത് സതിയും എന്റെ മോളുമാണ്. ഗുഡ് നൈറ്റ്. ചേട്ടത്തി ഞങ്ങൾക്കൊരു അയൽക്കാരിയായിരുന്നില്ല, ഈ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയായിരുന്നു. അതുകൊണ്ട് പാമ്ലെ ജോണിയെ ഏൽപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ജോണിയെ മോക്കറിയാമല്ലോ. അവർ തമ്മിൽ ഇഷ്ടമാണെന്ന് ഞാൻ അറിഞ്ഞു. അതല്ലേ പ്രധാനം. ഇനി മോടെ ഇഷ്ടം. ശീതനമായി ഒന്നും തരാൻ എനിക്ക് കഴിവില്ല. മോളെ, ഒരു മോട്ടോർ ബൈക്ക് വാങ്ങിക്കൊടുക്കാൻ പാമല എന്നോട് പറഞ്ഞു. ഞാനത് വാങ്ങിക്കൊടുക്കാം. വളരെ നാളുകൾക്ക് ശേഷം നാം വീണ്ടും കണ്ടുമുട്ടുന്നു. എന്താ, പോകാം? എവിടേക്ക്? ലക്ഷ്യത്തിലേക്ക്. ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്.
സ്നേഹിക്കുന്നില്ല. നീ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലില്ല. നിന്നിൽ നിന്നും അകലുന്ന നിമിഷത്തിൽ ഞാൻ നിന്നെ മറക്കുന്നു. ഒഴിഞ്ഞ ബിയർ കുപ്പിയെയും വലിച്ചു തീർന്ന സിഗാറിനെയും ആരെങ്കിലും ഓർമ്മിക്കാറുണ്ട്? നിങ്ങൾ ക്രൂരനാണ്. സത്യമാണ് നീ പറഞ്ഞത്. നിരവധി പെൺകുട്ടികളെ ഞാൻ വഴിപിഴപ്പിച്ചിട്ടുണ്ട്. ചിലരിൽ ഭ്രൂണഹത്യയും ചെയ്തിട്ടുണ്ട്. ഒരുത്തിയെ ചവിട്ടിക്കൊന്ന് പുഴയിൽ താഴ്ത്തിയിട്ടുണ്ട്. എന്താ പേടി തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഐ ലവ് യു. എനിക്കാരുടെയും സ്നേഹം ആവശ്യമില്ല. എന്റെ അച്ഛന്റെ രണ്ടാമത്തെ ഭാര്യയ്ക്ക് ആദ്യ ഭർത്താവിലൊരു മകളുണ്ടായിരുന്നു. 16ാമത്തെ വയസ്സിൽ ഒന്നും അറിയാത്ത എന്നെ അവളെല്ലാം പഠിപ്പിച്ചു. അവളും പറയുമായിരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന്. നിങ്ങൾ എവിടെ പോന്നു? പോകരുത്, ദയവായി പോകരുത്. എന്നെ ആരും തടയുന്നത് എനിക്കിഷ്ടമല്ല. എന്തെന്നറിയാത്ത മുനകം. എനിക്ക് സ്നേഹിക്കാൻ കഴിയുമടി. രണ്ടാമത്തെ നിലയിൽ നിന്നൊരൊറ്റ ചവിട്ടിന് താഴേക്ക് തള്ളിയിട്ടാണ് അച്ഛനോടുള്ള എന്റെ സ്നേഹം ഞാൻ പ്രകടിപ്പിച്ചത്. അച്ഛന്റെ രണ്ടാമത്തെ ഭാര്യയെ ജനലിൽ പിടിച്ചു കെട്ടി. നിങ്ങൾ കള്ളം പറയാണ്. ഒരിക്കലും അത് കഴിയില്ല. കഴിഞ്ഞു. കാരണം അച്ഛനും ചെറിയമ്മയും കൂടെ ചേർന്ന് എന്നെ സ്നേഹിച്ചത് അത്തരത്തിലായി. ഇതാ, നിങ്ങൾ എന്തിനാ എപ്പോഴും ഈ കാശ് നീട്ടി നിൽക്കുന്നത്? അപ്പൊ നിനക്ക് കാശ് വേണ്ടേ? വേണ്ട. അല്ലേ, ഈ കൊച്ചിന് അയാളോട് പ്രേമ. മാഗിക്ക് എന്താ പാട്ടിനോട് ഇത്ര വെറുപ്പ്? എനിക്കിഷ്ടമല്ല. നീ ഇന്നലെ എന്തിനുണ്ടാവുമോ? ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത്? പറയാം. മാഗി ഇരിക്കൂ. വില്യം മരിച്ചതിന് ശേഷമാണോ മാഗി വിവാഹം കഴിച്ചത്? നീ എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നത്? മാഗിയുടെ ഭർത്താവ്. എനിക്കതൊന്നും ഓർക്കാൻ ഇഷ്ടമല്ല. മാഗിക്ക് കുട്ടികളുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു, മരിച്ചുപോയി. ഓ, ഐ എം സോറി. യു ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. എന്റെ കുട്ടികളെല്ലാം ജനിക്കുന്നതിന് മുൻപേ മരിച്ചുപോയവരാണ്. എന്റെ വയറ്റിൽ വെച്ച് തന്നെ ഞാൻ അവരെ കൊന്നു. ഐ കിൽഡ് ദം. നിനക്ക് ജനിക്കാവുന്ന ഒരൊറ്റ കുഞ്ഞിനെ പോലും നീ കൊല്ലരുത്, മനസ്സിലായോ? ഇല്ലെങ്കിൽ നീ എന്നെ പോലെയാവും. നിങ്ങൾക്കൊന്നും ജനിക്കാൻ പോകും. ഞാൻ നിങ്ങളുടെ കുഞ്ഞിന് അമ്മയാവാൻ പോകും. മേരി, മേരിയോട് യാത്ര ചോദിക്കാനാണ് ഞാൻ വന്നത്. സ്റ്റാൻലി എവിടെ പോന്നു? ബോംബെ. പ്രൊമോഷനോട് കൂടി പോസ്റ്റിംഗ് ഓർഡറും വന്നു. നാളെ പുറപ്പെടും. സതിയും മോളും എന്നോടൊന്നിച്ച് വരുന്നു. കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട, നമുക്ക് പുറത്തുപോയി വല്ലതും കഴിക്കാം. ഞാനൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം.
ഇപ്പോൾ ഞാൻ പറഞ്ഞത് പ്രതിമയെ കുറിച്ചല്ല, നിന്നെ കുറിച്ചാണ്. വരൂ. എക്സ്ക്യൂസ് മീ, ഇന്ന് എനിക്ക് മറ്റൊരു പരിപാടിയുണ്ട്. അത് ക്യാൻസൽ ചെയ്യൂ, ഞാൻ കൂടുതൽ പണം തരാം. പ്ലീസ് പോ. സാധ്യമല്ല. ഇവൻ 100 തരുമെങ്കിൽ ഞാൻ 200 തരാം, ഇരട്ടി. വരൂ. ഞാൻ വരില്ല. എങ്കിൽ നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ. മിസ്റ്റർ, No. നിനക്കിഷ്ടപ്പെട്ട മുറിയാണ്. നിങ്ങൾ മനുഷ്യനോ അതോ ചെകുത്താനോ? ഞാൻ നിങ്ങളുടെ ആരാണ്? നിങ്ങൾക്ക് എന്റെ പേരിലുള്ള അധികാരം എന്താണ്? സുന്ദരിയായ മിസ് മേരി ഹാൻസ് എന്റെ കാമുകിയായിരുന്നു. എന്റെ മാറിൽ കിടന്നുകൊണ്ട് അവൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന്. ഇല്ല, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നില്ല, വെറുക്കുന്നു. I hate you. I hate you. No. പിന്നെ ഞാൻ അങ്ങനെ പോകാൻ അനുവദിക്കില്ല. എന്നെ തടയരുത്, നിങ്ങൾക്കതിന് അധികാരമില്ല. എനിക്കില്ലായിരിക്കും. എന്നാൽ നിന്നെ തടയാൻ എന്റെ കയ്യിലുള്ള ഈ പണത്തിനുണ്ട്. കാരണം നീ ഒരു വേശ്യയാണ്. വേശ്യ? എന്താ നിങ്ങൾ എന്നെ വിളിച്ചത്? വേശ്യെന്നോ? അല്ലേ? ഒരിക്കൽ കൂടി വിളിക്കൂ. വിളിച്ചാൽ നിങ്ങളുടെ മുഖത്ത് ഞാൻ ചെരുപ്പൂരി അടിക്കും. അല്ലെങ്കിൽ എന്റെ വയറ്റി വളർന്ന നിങ്ങളുടെ കുഞ്ഞ് അത് പൊറുക്കില്ല. ഞാൻ എല്ലാം കേട്ടു. ഇതാ നിങ്ങൾ അവൾക്ക് കൊടുക്കാൻ തന്ന രൂപയാണത്. അവൾ വാങ്ങിക്കാറില്ല. പാവം പെണ്ണ്, നിങ്ങൾ അവളെ വേദനിപ്പിക്കരുത്. അവൾ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. സ്നേഹം എന്നുണ്ട് രുദ്രമേ. ഉണ്ട്. ഇവിടെ ഞാനിത് ആദ്യം കാണുകയാണ്. ഇത് വെച്ചോളൂ. ഞാൻ ഇനി ഇവിടെ വന്നു വരില്ല. എനിക്ക് മേരിയെ കാണണം.
സ്റ്റാൻലി, ഇനി അവൻ നിന്നെ അവമാനിക്കില്ല. അവനെ ഞാൻ കൊന്നു. ആരെ? സ്റ്റാൻലി ആരെയാണ് കൊന്നത്? ആ ഊരും പേരും അറിയാത്തവനെ. മേരി, നിനക്ക് വേണ്ടിയാണ് ഞാൻ അവനെ വെടിവെച്ചത്. എനിക്ക് വേണ്ടി? എനിക്ക് വേണ്ടി സ്റ്റാൻലി ആരെയാണ് വെടിവെച്ചെന്ന് അറിയാമോ? എന്നെ, എന്റെ ആത്മാവിനെ, മേരി, എന്റെ വയറ്റി വളർന്ന് എന്റെ കുഞ്ഞിന്റെ അച്ഛനെ. സ്റ്റാൻലി, എന്തിനെന്നെ ഇങ്ങനെ നശിപ്പിക്കുന്നു? പ്ലീസ് kill me. മേരി, പോലീസ് ഇപ്പൊ വരും. എനിക്കെന്റെ തെറ്റുകൾ ഏറ്റു പറയണം. നാളെ എന്നോട് ഒരുമിച്ച് പുറപ്പെടാൻ കാത്തിരിക്കുന്നു. സതിയെയും എന്റെ മോളെ കുറിച്ച് ഓർക്കുമ്പോൾ. വേണ്ട സ്റ്റാൻലി, വേണ്ട. എല്ലാം നഷ്ടപ്പെട്ടവളാണ് ഞാൻ. സതി ചേച്ചിക്കും ചെല്ലാൻ നോക്കും. സ്റ്റാൻലി നഷ്ടപ്പെട്ടോളാ. ആ പിസ്റ്റലിങ് തരൂ. ഞാനതിന് സമ്മതിക്കില്ല. നോ മേരി, നോ. ഇല്ല, ഭയപ്പെടണ്ട. ഞാൻ നിങ്ങൾ പറഞ്ഞതെല്ലാം കേട്ടു. മേരി, ഒരു തെറ്റ് തിരുത്താൻ പുറപ്പെട്ടതായിരുന്നു ഞാൻ. അയ്യോ, നമുക്ക് ആസ്പത്രിയിലേക്ക് പോകാം. വേണ്ട, ഞാൻ രക്ഷപ്പെടില്ല. സ്റ്റാൻലി, പക്ഷേ സ്റ്റാൻലി, നിങ്ങൾ ഈ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടണം. നിങ്ങളുടെ ഭാര്യയ്ക്കും മകൾക്കും നിങ്ങളെ ആവശ്യമുണ്ട്. എന്റെ കുഞ്ഞിന് വേണ്ടി നീയും ജീവിക്കണം. ഞാൻ അവസാനമായി എനിക്കൊരപേക്ഷയുണ്ട്. പോലീസ് വരുമ്പോൾ ഞാൻ സ്വയം വെടിവെച്ചതാണെന്ന് പറയും. നിങ്ങളത് നിഷേധിക്കരുത്.